വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭേദഗതി ബില്ലുകളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ 2023 പാസാക്കിയ വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. കേന്ദ്ര സർക്കാരിന്റെ നീക്കം വിചിത്രമെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ഇന്ന് വൈകിട്ട് 4-നാണ് ബില്ലുകളിൽ വോട്ടെടുപ്പ് നടക്കുക. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അങ്ങനെ 2023 നിയമം പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നു കേന്ദ്രം. എന്താണ് വിശദ വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. അതായത് 2023 നാരീശക്തി വന്ദൻ അധിനിയമം എന്ന് പറയുന്ന വനിതാ റിസർവേഷൻ ബില്ല് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ഭരണ പ്രതിപക്ഷ കക്ഷികളിലെ എംപിമാരുടെയും പിന്തുണയോടുകൂടി ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചു. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ട് അത് നിയമമായിരുന്നുവെങ്കിലും അത് പ്രാബല്യത്തിൽ വരുന്ന തീയതി പിന്നീട് അറിയിക്കുമെന്നായിരുന്നു അന്ന് ആ ഒരു നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ആ ബില്ലിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതായത് റിസർവേഷൻ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. പക്ഷേ ഇത് നടപ്പാക്കാൻ ഇപ്പോൾ ചില തടസ്സങ്ങൾ, സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ നാരീശക്തി വന്ദൻ അധിനിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ആദ്യം ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കണം. അതിനുശേഷം ആ കണക്കിന് അടിസ്ഥാനമാക്കിയുള്ള മണ്ഡല പുനർനിർണയം നടക്കണം. എന്നിട്ട് മാത്രമേ വനിതാ സംവരണത്തിൻ്റെ ബില്ല് അത് പ്രായോഗികമാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ബില്ല് ഇപ്പോൾ പ്രാബല്യത്തിലാക്കിയതോടെ സർക്കാരിന് മുന്നിൽ ഇനിയുള്ളത് മണ്ഡല പുനർനിർണയം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നതാണ്. പക്ഷെ അത് ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ തന്നെ പാർലമെന്റിൽ ഇന്ന് നടക്കുന്ന ചർച്ച അതിൽ നിർണായകമാണ്. ഇന്ന് നടക്കുന്ന ചർച്ചയിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ഭരണപക്ഷത്തിന് ആ ബില്ല് പാസ്സാക്കാൻ സാധിക്കില്ല. 2-3 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 360 അംഗങ്ങളുടെ പിന്തുണയാണ് NDAക്ക് വേണ്ടത്. പക്ഷേ ഈ നിലവിലെ കണക്കുകൾ പ്രകാരം 280-നടുത്ത് MP-മാർ മാത്രമേ ഈ ഡീലിമിറ്റേഷൻ ബില്ലിനെ, ഭരണഘടനാ ഭേദഗതിയെയും അംഗീകരിക്കുന്നുള്ളൂ. പ്രതിപക്ഷ നിരയിൽ നിന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും DMKയും ചേർന്നാൽ ഒരു കാരണവശാലും ഈ ബില്ല് പാസ്സാക്കാൻ സാധിക്കില്ല എന്നതാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 20-ലേറെ അംഗങ്ങളുടെ വ്യത്യാസമുണ്ട് രാജ്യസഭയിലും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ബില്ല് നിയമമാക്കുന്നത് സംബന്ധിച്ച് വളരെ സാധ്യത കുറവാണ്. അപ്പോൾ ഇനി സർക്കാരിൻ്റെ മുന്നിലുള്ള അടുത്ത വഴി എന്ന് പറയുന്നത് സെൻസസ് നടപടികൾ പൂർത്തിയാക്കി അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തി വനിതാ സംവരണം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കുക, പ്രവർത്തനക്ഷമമാക്കുക എന്നാണ്. നിലവിൽ നിയമം യാഥാർത്ഥ്യമായിരിക്കുന്നു, നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു സാങ്കേതികമായ ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് മേൽ ഇതിൻ്റെ സമ്മർദ്ദം ചെലുത്താനും സാധിക്കും.